ഹായ് ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു കുഞ്ഞീസ് ക്ലാസ്. നമ്മൾ ഇന്ന് CBSE 6th സ്റ്റാൻഡേർഡിന്റെ സോഷ്യൽ സയൻസിന്റെ ഫസ്റ്റ് ചാപ്റ്ററിന്റെ ലാസ്റ്റ് പാർട്ടാണ് ഇന്ന് നോക്കാനായിട്ട് പോകുന്നത്. അപ്പൊ നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മുടെ ചാപ്റ്ററിലേക്ക് പോവാം അല്ലെ. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ഫസ്റ്റ് ലോഞ്ചിറ്റ്യൂഡിനെ കുറിച്ചാണ്. ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ എൻഡ് ചെയ്യുന്നത് ലാറ്റിറ്റ്യൂഡ്സിനെ കുറിച്ച് പറഞ്ഞിട്ടായിരുന്നു. അപ്പൊ നമുക്കിന്ന് ലോഞ്ചിറ്റ്യൂഡ്സിനെ കുറിച്ച് നോക്കാം. അപ്പൊ നമുക്കിന്ന് നോർത്ത് പോളിൽ നിന്ന് സൗത്ത് പോളിലേക്ക് ട്രാവൽ ചെയ്യണം. അപ്പൊ എങ്ങനെ ട്രാവൽ ചെയ്യുമ്പോഴായിരിക്കും പെട്ടെന്ന് നമുക്ക് നോർത്തിൽ നിന്ന് സൗത്തിലേക്ക് എത്താൻ പറ്റുന്നേ? എങ്ങനെ ട്രാവൽ ചെയ്താലും ഒരേ ഡിസ്റ്റൻസ് തന്നെയാ വരുന്നത് അല്ലെ. അതായത് നോർത്ത് പോളിൽ നിന്ന് സൗത്ത് പോളിലേക്ക് പോകണമെങ്കിൽ നമുക്ക് ആഫ്രിക്ക വഴിയോ അമേരിക്ക വഴിയോ ഏഷ്യ വഴിയോ യൂറോപ്പ് വഴിയോ എങ്ങനെ പോവുകയാണെങ്കിലും ഏത് കോണ്ടിനെന്റിലൂടെ നമ്മൾ കടന്നു പോയാലും സെയിം ഡിസ്റ്റൻസ് തന്നെയാണ് വരുന്നത്. അപ്പൊ അങ്ങനെ നോർത്ത് പോളിൽ നിന്ന് സൗത്ത് പോളിലേക്ക് വരുന്ന ആ ലൈൻസ് അതിനെയാണ് നമ്മൾ ലോഞ്ചിറ്റ്യൂഡ്സ്, മെറിഡിയൻസ് ഓഫ് ലോഞ്ചിറ്റ്യൂഡ് എന്ന് പറയുന്നത്. അതായത് നമ്മൾ ലാറ്റിറ്റ്യൂഡ് പറഞ്ഞില്ലേ ഇങ്ങനെയുള്ള വരകളാണെന്ന്. ലോഞ്ചിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വരുന്ന വരകളെയാണ് ലോഞ്ചിറ്റ്യൂഡ്സ് എന്ന് പറയുന്നത്. അപ്പൊ മെറിഡിയൻസ് ഓഫ് ലോഞ്ചിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ നോർത്ത് പോളിൽ നിന്ന് സൗത്ത് പോളിലേക്ക് വരുന്ന ലൈൻസ്. അതാണ് അങ്ങനെയുള്ള ഇമാജിനറി ലൈൻസിനെ പറയുന്ന പേരാണ് മെറിഡിയൻസ് ഓഫ് ലോഞ്ചിറ്റ്യൂഡ്. ഇനി നോർത്ത് പോൾ ടു സൗത്ത് പോൾ നോക്കുമ്പോഴത്തേക്കിന് ഒരു ഹാഫ് സർക്കിൾ ആണ് ഇവിടെ ഫോം ചെയ്യുന്നത് അല്ലെ. ഇങ്ങനെ വരുമ്പോഴത്തേക്കിന് ഒരു ഫുൾ സർക്കിൾ ആകും. അപ്പൊ നോർത്ത് ടു സൗത്ത് ആണ് നമ്മുടെ ലോഞ്ചിറ്റ്യൂഡ്സ് എന്ന് ഞാൻ പറഞ്ഞു. അപ്പൊ അങ്ങനെ നോക്കുകയാണെങ്കിൽ അതൊരു ഹാഫ് സർക്കിൾ അവിടെ ഫോം ചെയ്യുന്നുണ്ട്. അപ്പൊ നോർത്ത് പോളിൽ നിന്ന് സൗത്ത് പോളിലേക്ക് റൺ ചെയ്യുന്ന ഇമാജിനറി ലൈനിന്റെ പേരാണ് മെറിഡിയൻസ് ഓഫ് ലോഞ്ചിറ്റ്യൂഡ്. എർത്ത് സ്പിൻ ചെയ്യുന്നത് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. അത് നമുക്ക് വേണമെങ്കിൽ ഒരു ഗ്ലോബ് എടുത്ത് വെച്ച് നോക്കുകയാണെങ്കിൽ അത് രണ്ട് കണക്ട് ചെയ്തിട്ട് ഒരു ആക്സിസിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ആ ഗ്ലോബ് റൊട്ടേറ്റ് ചെയ്യുന്നത് നമുക്ക് കാണാനായിട്ട് പറ്റും അല്ലെ. അപ്പൊ സെയിം വേ തന്നെ നമ്മുടെ എർത്ത് ഇറ്റ്സ് ഓൺ ആക്സിസിൽ റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട്. അത് നമ്മൾ ചെറിയ ക്ലാസ്സിൽ മുതൽ പഠിച്ചിട്ടുണ്ട് അല്ലെ. അപ്പൊ ആ റൊട്ടേഷൻ എന്ന് പറയുന്നത് വെസ്റ്റ് ടു ഈസ്റ്റ് ഡയറക്ഷനിലാണ് വരുന്നത്. അപ്പം നമുക്കൊരു ഗ്ലോബ് എടുത്തിട്ട് ഇതേപോലെ വെസ്റ്റ് ടു ഈസ്റ്റ് ഡയറക്ഷനിൽ റൊട്ടേറ്റ് ചെയ്ത് നോക്കുകയാണെങ്കിൽ എർത്ത് എങ്ങനെയാണ് റൊട്ടേറ്റ് ചെയ്യുന്നത് അതേപോലെ തന്നെ ഈ ഗ്ലോബ് റൊട്ടേറ്റ് ചെയ്യുന്നത് നമുക്ക് കാണാനായിട്ട് പറ്റും. അപ്പൊ നമുക്കിനി ചെറിയൊരു ആക്ടിവിറ്റി ചെയ്ത് നോക്കാം. നമ്മുടെ ടേബിൾ ലാമ്പ് ഇല്ലേ, ടേബിൾ ലാമ്പ് എടുത്തിട്ട് ഈ ബാക്കി ലൈറ്റ്സ് എല്ലാം ഓഫ് ചെയ്യാം. ടേബിൾ ലാമ്പിന്റെ ലൈറ്റ് മാത്രം ഗ്ലോബിന്റെ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ പോർഷനിലേക്ക് സ്പോട്ട് ചെയ്യാം. എന്നിട്ട് നമ്മൾ എർത്ത് റൊട്ടേറ്റ് ചെയ്യുന്ന പോലെ തന്നെ നമ്മുടെ ഈ ഗ്ലോബിനെ നമ്മൾ ജസ്റ്റ് ഒന്ന് വെസ്റ്റ് ടു ഈസ്റ്റ് ഡയറക്ഷനിലേക്ക് ഒന്ന് തിരിക്കുക. അപ്പൊ നമുക്ക് കാണാൻ പറ്റും ഈ ലൈറ്റ് ഇത് റൊട്ടേറ്റ് ചെയ്യുന്നതനുസരിച്ചിട്ട് ഓരോരോ ഭാഗത്തേക്ക് മാറി മാറി വരുന്നത് നമുക്ക് കാണാനായിട്ട് പറ്റും. സെയിം വേ ആണ് നമ്മുടെ എർത്ത് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുമ്പോഴത്തേക്കിന് സൂര്യന്റെ ആ പ്രകാശം ഉണ്ടല്ലോ അതിങ്ങനെ മാറി മാറി വരും. ഓരോ പോർഷനിൽ എർത്തിന്റെ ഓരോരോ പോർഷനിൽ ഓരോ ടൈമിലായിരിക്കും ആ സൂര്യപ്രകാശം എത്തുന്നത്. നമുക്ക് നമ്മുടെ എർത്തിനെ റൊട്ടേറ്റ് ചെയ്യുന്നൊന്ന് നോക്കാം. വെസ്റ്റ് ടു ഈസ്റ്റ് ഡയറക്ഷനിൽ നമ്മുടെ എർത്ത് റൊട്ടേറ്റ് ചെയ്യാം. അപ്പൊ എർത്ത് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഇതാ ഈ ഒരു പോർഷനിലാണെന്ന് വിചാരിക്കുക. അങ്ങനെ എർത്ത് റൊട്ടേറ്റ് ചെയ്ത് അവിടെ നിന്നാണ് അതാണ് സണ്ണിന്റെ ലൊക്കേഷൻ വരുന്നത്. അപ്പൊ എർത്ത് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് എപ്പോഴാണോ അവിടെ സണ്ണിന് നേരെ എത്തുന്നത് അല്ലെങ്കിൽ ആ സണ്ണിലേക്ക് ഒരു ബെൻഡ് വരുന്നത് ആ ടൈമില് അവിടെ മോർണിംഗ് ആയി അല്ലെ. അത് പിന്നെ പോയി നൂൺ ആകുന്നു, പിന്നെ അവസാനം അത് ഈവനിങ് ആവുന്നു, പിന്നീട് അത് നൈറ്റ് ആവുന്നു. കാരണം ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കിന് ഇവിടേക്ക് സണ്ണിന്റെ പ്രകാശം എത്താണ്ടാവുകയും അതങ്ങനെ നൈറ്റ് ആയി മാറുകയും ചെയ്യുന്നു. അപ്പൊ അതാണ് എർത്ത് റൊട്ടേറ്റ് ചെയ്യുന്ന അനുസരിച്ചിട്ടാണ് മോർണിംഗും നൂൺ ടൈമും നൈറ്റ് ടൈമും ഈവനിങ് ടൈമും ഒക്കെ അങ്ങനെ ഓരോരോ സമയങ്ങൾ വരാനായിട്ടുള്ള കാരണം നമ്മുടെ എർത്ത് റൊട്ടേറ്റ് ചെയ്യുന്നതുകൊണ്ടാണ്. അപ്പൊ എർത്ത് റൊട്ടേറ്റ് ചെയ്യുന്ന അനുസരിച്ചിട്ട് ഇത് മോർണിംഗ് ആവുന്നു, നൂൺ ആവുന്നു, ഈവനിങ് ആകുന്നു, അങ്ങനെ നൈറ്റ് ആകുന്നു ഓരോരോ പ്ലേസസിൽ. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്കറിയാം ഓൾ ഓഫ് എ സഡൻ എല്ലാ വശത്തും ഒരേപോലെ സൺലൈറ്റ് കിട്ടത്തില്ല. അപ്പൊ എവിടെയൊക്കെയാണ് സൺലൈറ്റ് കിട്ടുന്നത് അവിടെ ഡേ ടൈം ആയിരിക്കും, എവിടെയൊക്കെയാണ് സൺലൈറ്റ് കിട്ടാതെ അവിടെ നൈറ്റ് ടൈം ആയിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ കേട്ടിട്ടില്ലേ ഇവിടെ മോർണിംഗ് ആണ് അവിടെ എത്ര സമയം എന്നൊക്കെ വിദേശത്തുള്ള ആളുകളെ നമ്മൾ വിളിച്ചു ചോദിക്കാറുണ്ട് അല്ലെ. അപ്പൊ അതാണ് ചിലപ്പോ നമ്മളിപ്പോ ഇരുന്ന് പഠിക്കുകയായിരിക്കും, വേറെ രാജ്യത്തുള്ളവർ കിടന്ന് ഉറങ്ങുമായിരിക്കും, വേറെ സ്ഥലത്ത് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന ടൈമേ ആയിട്ടുണ്ടാവത്തുള്ളൂ. അപ്പൊ അതാണ് ഓരോ രാജ്യത്തും ഓരോരോ സമയം വരാനായിട്ടുള്ള റീസൺ നമ്മുടെ എർത്തിന്റെ റൊട്ടേഷൻ കാരണമാണ്. അപ്പൊ അതാണ് ഇങ്ങനെ എർത്ത് റൊട്ടേറ്റ് ചെയ്ത് പോകുന്നതനുസരിച്ച് ഈ സണ്ണിന്റെ ലൈറ്റ് കിട്ടും. അങ്ങനെ പോയി സണ്ണിന്റെ ലൈറ്റ് കിട്ടാണ്ടായി നൈറ്റ് ടൈം എന്ന ആ ഒരു ഇതിലേക്ക് പോവുകയും ചെയ്യും. അപ്പൊ എർത്തിന്റെ റൊട്ടേഷൻ കാരണമാണ് ടൈം ഇങ്ങനെ ചേഞ്ച് ആയി വരുന്നത്. ലാറ്റിറ്റ്യൂഡ്സിന്റെ കേസിൽ നമ്മൾ 0 ഡിഗ്രി ലാറ്റിറ്റ്യൂഡിനെ ഇക്വേറ്റർ എന്നാണ് വിളിച്ചിരുന്നത് അല്ലെ.
ഇതേപോലെ ലോഞ്ചിറ്റ്യൂഡിന്റെ കേസിലും ഒരു 0 ഡിഗ്രി ലോഞ്ചിറ്റ്യൂഡിന്റെ ആവശ്യമുണ്ട്. എന്നാൽ മാത്രമേ നമുക്ക് ആ ലോഞ്ചിറ്റ്യൂഡിനെ ബേസ് ചെയ്തിട്ട് ബാക്കിയുള്ള ഡിഗ്രീസ് ഡിസൈഡ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. ലാറ്റിറ്റ്യൂഡ്സ് നമ്മൾ ഡിഗ്രീസിലായിരുന്നു പറഞ്ഞിരുന്നത് അല്ലേ? 0 ഡിഗ്രി, 15 ഡിഗ്രി അങ്ങനെ ആയിരുന്നു നമ്മൾ പറഞ്ഞത്. സെയിം അതേപോലെ തന്നെയാണ് ലോഞ്ചിറ്റ്യൂഡ്സും പറയുന്നത്. ഇപ്പൊ ഇക്വേറ്ററിന്റെ കേസിൽ ലോങ്സ്റ്റ് ആയിട്ടുള്ള ലൈൻ അല്ലെങ്കിൽ എക്സാക്ട് സെന്ററിലൂടെ കടന്നു പോകുന്ന ആ ലൈനെ ആയിരുന്നു നമ്മൾ 0 ഡിഗ്രി ആയിട്ട് അല്ലെങ്കിൽ ഇക്വേറ്റർ എന്നുള്ള പേര് കൊടുത്തിട്ട് 0 ഡിഗ്രി ലാറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞ് എടുത്തിരുന്നത്. പക്ഷെ ലോഞ്ചിറ്റ്യൂഡിന്റെ കേസിൽ നമുക്ക് അങ്ങനെ എടുക്കാൻ പറ്റില്ല, കാരണം എല്ലാ ലൈൻസും ഈക്വൽ ഡിസ്റ്റൻസിലാണ് വരുന്നത്. പക്ഷെ നമുക്കൊരു റെഫറൻസ് പോയിന്റ് അത്യാവശ്യമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു ലൈനെ ഡിസൈഡ് ചെയ്യുമായിരുന്നു, അതിനെ 0 ഡിഗ്രി ലോഞ്ചിറ്റ്യൂഡ് എന്നാണ് പറയുന്നത്. അതായത് 0 ഡിഗ്രി ലോഞ്ചിറ്റ്യൂഡ് ആണ്. ആ ലൈൻ പാസ് ചെയ്ത് പോകുന്നത് ലണ്ടനിലെ ഗ്രീൻവിച്ച് എന്ന് പറയുന്ന സ്ഥലത്തൂടാണ്. ആ ലൈനെ പറയുന്ന പേര് പ്രൈം മെറിഡിയൻ ആണ്. പിന്നെ ഇത് ഗ്രീൻവിച്ചിലൂടെ കടന്നു പോകുന്നത് കൊണ്ട് അതിനെ ഗ്രീൻവിച്ച് മെറിഡിയൻ എന്നും പറയുന്നുണ്ട്. അപ്പൊ പ്രൈം മെറിഡിയൻ അല്ലെ ഗ്രീൻവിച്ച് മെറിഡിയൻ ആണ് ഈ 0 ഡിഗ്രി ലോഞ്ചിറ്റ്യൂഡ്. ഇതിനെ ബേസ് ചെയ്തിട്ടാണ് ബാക്കി എല്ലാ പ്ലേസസും ഡിഗ്രീസ് അനുസരിച്ചിട്ട് ലോഞ്ചിറ്റ്യൂഡ്സ് മാർക്ക് ചെയ്യുന്നത്. അതായത് ഈസ്റ്റിലേക്കും ഉണ്ട് വെസ്റ്റിലേക്കും പോകുന്നുണ്ട് അല്ലെ? അതായത് 0 ഡിഗ്രി കഴിയുമ്പോഴത്തേക്കിന് 15 ഡിഗ്രി ഈസ്റ്റ്, 30 ഡിഗ്രി ഈസ്റ്റ്, അങ്ങനെ അത് പോകും. ഇനി ലെഫ്റ്റ് സൈഡിലേക്ക് നോക്കുകയാണെങ്കിൽ നമ്മുടെ ആ പടത്തിനകത്ത് നമ്മുടെ ആ വലിയ എല്ലാ ലൈൻസും മാർക്ക് ചെയ്തിരിക്കുന്ന വലിയൊരു പടമില്ല, അതിനകത്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാനായിട്ട് പറ്റുന്ന എന്താണ്, വെസ്റ്റിലേക്ക് പോകുന്നതിനെ 15 ഡിഗ്രി വെസ്റ്റ്, 30 ഡിഗ്രി വെസ്റ്റ് അങ്ങനെ മാർക്ക് ചെയ്യുന്നത് നമുക്ക് കാണാനായിട്ട് പറ്റും. അപ്പൊ ലോഞ്ചിറ്റ്യൂഡ്സ് 0 ഡിഗ്രി ലോഞ്ചിറ്റ്യൂഡ് ആണ് പ്രൈം മെറിഡിയൻ അല്ലെങ്കിൽ ഗ്രീൻവിച്ച് മെറിഡിയൻ. അതിനെ റെഫറൻസ് പോയിന്റ് ആയിട്ട് എടുത്തിട്ടാണ് ബാക്കിയുള്ള എല്ലാ മെറിഡിയൻസും വന്നിരിക്കുന്നത്. പിന്നെ ഇത് 1884 ഈ നേഷൻസ് എല്ലാം കൂടെ ഡിസൈഡ് ചെയ്യുന്നത് ഇങ്ങനെ ഒരു മെറിഡിയന്റെ ആവശ്യമുണ്ടെന്നും നേരത്തെ അറിയായിരുന്നു. പക്ഷേ ഇത് ഗ്രീൻവിച്ചിലൂടെ പാസ് ചെയ്ത് പോകുന്ന ഈ ലോഞ്ചിറ്റ്യൂഡ് ആണ് പ്രൈം മെറിഡിയൻ അല്ലെങ്കിൽ 0 ഡിഗ്രി മെറിഡിയൻ എന്ന് ആ ഒരു ടൈമിലാണ് ഡിസൈഡ് ചെയ്യുന്നത്, 1884. അപ്പൊ ഇത് ലണ്ടനിലൂടെയാണ് പാസ് ചെയ്ത് പോകുന്നത്. ലണ്ടനിലെ ഗ്രീൻവിച്ച് എന്ന് പറയുന്ന സ്ഥലത്തൂടാണ് ഇത് പാസ് ചെയ്ത് പോകുന്നത്. അതിനെ 0 ഡിഗ്രി ലോഞ്ചിറ്റ്യൂഡ് എന്ന് പറഞ്ഞ് മാർക്ക് ചെയ്തെടുത്ത് ബാക്കിയുള്ള പ്ലേസസ് അതിനനുസരിച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്ത്, അതായത് അതിനനുസരിച്ചിട്ടുള്ള ഡിഗ്രിയാണ് കൊടുത്തിരിക്കുന്നത്. നമ്മൾ ഓൾറെഡി ലാറ്റിറ്റ്യൂഡ്സിന്റെ കേസിൽ പറഞ്ഞായിരുന്നു, നോർത്തേൺ ഹെമിസ്ഫിയറിൽ അപ്പോൾ പാർട്ടിലുള്ളതിനെ എൻ വെച്ചിട്ടായിരുന്നു ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. 30 ഡിഗ്രി എൻ, 15 ഡിഗ്രി എൻ, അതായത് 15 ഡിഗ്രി നോർത്ത്, 30 ഡിഗ്രി നോർത്ത് അങ്ങനെയായിരുന്നു ലാറ്റിറ്റ്യൂഡ്സിന്റെ കേസിൽ. നോർത്തേൺ സൈഡ്, സദേൺ സൈഡിൽ വരുമ്പോഴത്തേക്കിന് 15 ഡിഗ്രി സൗത്ത്, 30 ഡിഗ്രി സൗത്ത് അങ്ങനെയായിരുന്നു നമ്മൾ മാർക്ക് ചെയ്തിരുന്നത്. ലോഞ്ചിറ്റ്യൂഡ്സും ഇതേപോലെ, ഇപ്പം ഇതാണ് 0 ഡിഗ്രി ലോഞ്ചിറ്റ്യൂഡ് എന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ നമ്മുടെ പ്രൈം മെറിഡിയൻ എന്ന് വിചാരിക്കുക. ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് പോകുമ്പോഴത്തേക്കിന് ഡിഗ്രീസ് ഇങ്ങനെ കൂടി 0യിൽ നിന്ന് അടുത്ത 15 അങ്ങനെ പോയി എക്സാക്ട് ബാക്കിൽ എത്തുമ്പോഴത്തേക്കിന് അത് 180 ഡിഗ്രി ആവും. സെയിം അതേപോലെ തന്നെയാണ് ഇവിടെ നിന്ന് ഇങ്ങോട്ടും 15, 30 അങ്ങനെ പോയി ബാക്കിൽ എത്തുമ്പോഴത്തേക്കിന് 180 ഡിഗ്രി ആവും. അപ്പം 15 ഡിഗ്രി ഈസ്റ്റും ഉണ്ട്, 15 ഡിഗ്രി വെസ്റ്റും ഉണ്ട്. അത് രണ്ട് സൈഡിലായിട്ട് ഇങ്ങനെ പോകുന്നു. നമ്മുടെ ആ പടത്തിനകത്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാനായിട്ട് പറ്റും 0 ഡിഗ്രി, 30 ഡിഗ്രി ഈസ്റ്റ്, 60 ഡിഗ്രി ഈസ്റ്റ്, 90 ഡിഗ്രി ഈസ്റ്റ് അങ്ങനെ പോകുന്നുണ്ട്. ഓപ്പോസിറ്റ് സൈഡ് നോക്കുകയാണെങ്കിൽ 0 ഡിഗ്രി, അതിനുശേഷം 30 ഡിഗ്രി വെസ്റ്റ്, 60 ഡിഗ്രി വെസ്റ്റ് അങ്ങനെ പോകുന്നുണ്ട്. അപ്പൊ നമ്മുടെ ആ പടത്തിനകത്ത് നമുക്ക് കാണാനായിട്ട് പറ്റുമേ. അപ്പൊ അങ്ങനെ പോയി ഇത് 0 ഡിഗ്രി ഇവിടെ നിന്ന് ഇങ്ങനെ പോയി ഇവിടെ ബാക്കിൽ എത്തുമ്പോഴത്തേക്കിന് 180 ഡിഗ്രിയാന്ന് ഞാൻ പറഞ്ഞു അല്ലെ? അതേപോലെ തന്നെ ഇങ്ങനെ പോയി ബാക്കിൽ എത്തുമ്പോഴത്തേക്കിന് 180 ഡിഗ്രി. അതുകൊണ്ട് തന്നെ ഒരേ ലൈൻ തന്നെയാണ് ഈ 180 ഡിഗ്രി ഈസ്റ്റ് എന്ന് പറയുന്നു, 180 ഡിഗ്രി വെസ്റ്റ് എന്ന് പറയുന്നു. അതുകൊണ്ട് തന്നെ അതിനെ 180 ഡിഗ്രി എന്ന് മാത്രമേ പറയാറുള്ളൂ. ഈസ്റ്റിനും വിഷമമാവണ്ട, വെസ്റ്റിനും വിഷമമാവണ്ടെന്ന് ഓർത്ത് അവരുടെ രണ്ടുപേരുടെയും സൈൻ ഇ എന്നോ ഡബ്ല്യു എന്നോ നമ്മൾ അതിനെ എഴുതുന്നില്ല. മനസ്സിലായോ? കാരണം രണ്ടും ഒരേ ലൈനാണ്. 180 ഡിഗ്രി ഈസ്റ്റ് എന്ന് പറയുന്നതും 180 ഡിഗ്രി വെസ്റ്റ് എന്ന് പറയുന്നതും ഈ 0യുടെ എക്സാക്ട് ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന ലൈനാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ രണ്ടും ഒരേ ലൈൻ ആയതുകൊണ്ട് തന്നെ അതിനെ ഇങ്ങനെ ഇ എന്നോ ഡബ്ല്യു എന്നോ ഇൻഡിക്കേറ്റ് ചെയ്യുന്നില്ല. അപ്പൊ നമ്മൾ ഫസ്റ്റ് കോർഡിനേറ്റ്സ് എന്താന്ന് പറഞ്ഞ് സ്റ്റാർട്ട് ചെയ്തതാ. അങ്ങനെ നമ്മുടെ എർത്തിന്റെ കോർഡിനേറ്റ്സ്, ലാറ്റിറ്റ്യൂഡ്സ്, ലോഞ്ചിറ്റ്യൂഡ്സ് ഇമാജിനറി കോർഡിനേറ്റ്സ് ആണ്, അല്ലാണ്ട് ഇങ്ങനെ ലൈൻസ് ഒന്നും ഇല്ല കേട്ടോ. നമുക്ക് എക്സാക്ട് ആയിട്ടൊരു സ്ഥലമൊക്കെ ലൊക്കേറ്റ് ചെയ്യണമെങ്കിൽ ഇങ്ങനെ കോർഡിനേറ്റ്സ് വേണ്ടേ, അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്തതാണ്. അപ്പൊ അങ്ങനെ നോക്കുകയാണെങ്കിൽ നമ്മുടെ ഡൽഹിയുടെ ലൊക്കേഷൻ നമുക്കൊന്ന് നോക്കാം അല്ലെ? എന്താണ് ഡൽഹിയുടെ ലൊക്കേഷൻ വരുന്നത്? 77 ഡിഗ്രി ഈസ്റ്റും 29 ഡിഗ്രി നോർത്തുമാണ് ഡൽഹിയുടെ ലൊക്കേഷൻ. അത് റൗണ്ട് ഓഫ് ചെയ്ത് പറയുന്നതാണ്, അല്ലാണ്ട് പോയിന്റ് കുറച്ചുകൂടെ വരും. റൗണ്ട് ഓഫ് ചെയ്തിട്ട് 29 ഡിഗ്രി നോർത്ത്, 77 ഡിഗ്രി ഈസ്റ്റ് ആണ് ഡൽഹിയുടെ ലൊക്കേഷൻ വരുന്നത്. ഇതേപോലെ ഓരോ സ്ഥലത്തിന്റെ ലൊക്കേഷനും നമുക്ക് ഈ ലാറ്റിറ്റ്യൂഡും ലോഞ്ചിറ്റ്യൂഡും വെച്ചിട്ട് പറയാനായിട്ട് സാധിക്കും.
അപ്പൊ നമുക്ക് ഈസി ആയിട്ട് പ്ലേസസ് ലൊക്കേറ്റ് ചെയ്യാനായിട്ട് ഈ ലാറ്റിറ്റ്യൂഡ്സും ലോഞ്ചിറ്റ്യൂഡ്സും നമ്മളെ സഹായിക്കുന്നു. പിന്നെ ഇത് നോക്കുകയാണെങ്കിൽ ഗ്രിഡ് ലൈൻസ് എന്നാണ് പറയുന്നത്. ഈ ലാറ്റിറ്റ്യൂഡ്സും ലോഞ്ചിറ്റ്യൂഡ്സും കൂടെ വരുമ്പോഴത്തേക്കിന് ഗ്രിഡ് ലൈൻസ് പണ്ട് നമ്മൾ 1ലും 2ലും ഒക്കെ പഠിക്കുമ്പോൾ മാത്തമാറ്റിക്സിന്റെ നോട്ട്ബുക്കിലായിരുന്നു നമുക്ക് കളങ്കളം ബുക്ക്, ഓർമ്മയുണ്ടോ ആർക്കെങ്കിലും? പഴയ ബുക്കൊക്കെ വീട്ടിലുണ്ടെങ്കിൽ ഒന്ന് എടുത്തു നോക്കണം കേട്ടോ. അതേപോലെ തന്നെയാണ് ഈ ലാറ്റിറ്റ്യൂഡും ലോഞ്ചിറ്റ്യൂഡും വരുമ്പോഴത്തേക്കിന് ഇങ്ങനെ കളങ്കളം ഫോം ചെയ്തിട്ടുണ്ട്. അതാണ് ഇതിനെ ഗ്രിഡ്സ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഗ്രിഡ് ലൈൻസ് എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. അപ്പൊ ഗ്രിഡ്സ് അല്ലെങ്കിൽ ഗ്രിഡ് ലൈൻസ് ഫോം ചെയ്യുന്നത് ഈ ലാറ്റിറ്റ്യൂഡും ലോഞ്ചിറ്റ്യൂഡും ഉള്ളത് കൊണ്ടാണ്. ഇനി ഇവിടെ ഈ പടത്തിനകത്ത് നമ്മൾ ഓൾറെഡി പറഞ്ഞായിരുന്നു ടോപ്പ് പോർഷൻ നോർത്തേൺ ഹെമിസ്ഫിയർ, ഡൗൺ പോർഷൻ സദേൺ ഹെമിസ്ഫിയർ, പിന്നെ ഈസ്റ്റേൺ ഹെമിസ്ഫിയർ ഉണ്ട്, വെസ്റ്റേൺ ഹെമിസ്ഫിയർ ഉണ്ട്. നമ്മൾ അത് ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? അപ്പൊ അതേ പടം തന്നെ നമ്മുടെ ഈ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ട് ഓരോരോ ഹെമിസ്ഫിയർ കാണിച്ചിട്ടുണ്ട്. പോരാണ്ട് ഇക്വേറ്ററും ഗ്രീൻവിച്ച് മെറിഡിയൻ അല്ലെങ്കിൽ പ്രൈം മെറിഡിയനും കാണിച്ചിട്ടുണ്ട്. നമ്മൾ ഓൾറെഡി പറഞ്ഞു നമ്മുടെ എർത്ത് റൊട്ടേറ്റ് ചെയ്യുന്നു അല്ലെ? അത് വെസ്റ്റ് ടു ഈസ്റ്റ് ഡയറക്ഷനിലാണ് ആ ഒരു റൊട്ടേഷൻ വരുന്നത്. അപ്പൊ വെസ്റ്റ് ടു ഈസ്റ്റ് ഡയറക്ഷനിൽ ഒരു കംപ്ലീറ്റ് റൊട്ടേഷൻ വരാനായിട്ട്, അതായത് എർത്ത് കംപ്ലീറ്റ് ആയിട്ടൊന്ന് റൊട്ടേറ്റ് ചെയ്ത് വരാനായിട്ട് 24 hours എടുക്കും. അതാണ് കംപ്ലീറ്റ് ആയിട്ട് റൊട്ടേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ഫുൾ 360 ഡിഗ്രി ടേൺ ചെയ്ത് വരാനായിട്ട് 24 hours ആണ് എടുക്കുന്നത്. അതാണ് 1 day എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഓരോ സ്ഥലത്തിന്റെ ടൈം നമുക്കൊന്ന് പഠിക്കാം അല്ലെ? ടൈം എങ്ങനെയാണ് മാറുന്നത് അല്ലെങ്കിൽ എന്തിന്റെ ബേസിസിലാണ് ചേഞ്ച് ചെയ്യുന്നത് നമുക്ക് പഠിക്കാം. അപ്പൊ ടൈം മാറുന്നത് ഈ ലോഞ്ചിറ്റ്യൂഡ്സ് അനുസരിച്ചിട്ടാണ്. നമ്മൾ 0 ഡിഗ്രി ലോഞ്ചിറ്റ്യൂഡ് ആയിട്ട് ഗ്രീൻവിച്ച് മെറിഡിയൻ അല്ലെങ്കിൽ പ്രൈം മെറിഡിയനെ നമ്മൾ ചൂസ് ചെയ്തിരുന്നു. അത് ലണ്ടനിലെ ഗ്രീൻവിച്ച് എന്ന് പറയുന്ന സ്ഥലത്തൂടെ പാസ് ചെയ്ത് പോകുന്ന ലൈനാണ്. അപ്പൊ അവിടുത്തെ ടൈം 12 AM ആണെന്ന് നമുക്ക് തിങ്ക് ചെയ്യാം. ആ പടത്തിനകത്ത്, ആ ടെക്സ്റ്റ് ബുക്കിൽ ആ പടത്തിനകത്ത് കൊടുത്തിട്ടുണ്ട്, അതിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാം. അപ്പൊ ആ 12 AM നമ്മുടെ 0 ഡിഗ്രി ലോഞ്ചിറ്റ്യൂഡ് അല്ലെങ്കിൽ ഗ്രീൻവിച്ചിലെ ടൈം എന്ന് പറയുന്നത് ഇപ്പൊ 12 AM ആണ്. അടുത്ത ഒരു 15 ഡിഗ്രി മാറുമ്പോഴത്തേക്കിന് 15 ഡിഗ്രി ഈസ്റ്റിലേക്കാണ് പോകുന്നത് എന്നുണ്ടെങ്കിൽ 1 hour വെച്ച് ഇൻക്രീസ് ആകും. അതായത് 15 ഡിഗ്രി ഈസ്റ്റിലുള്ള സമയം എന്ന് പറയുന്നത് 1 o'clock ആണ്. അടുത്തത് 15 ഡിഗ്രി കൂടെ ആഡ് ഓൺ ആയി, അതായത് 30 ഡിഗ്രി ഈസ്റ്റിലെ സമയം എന്ന് പറയുന്നത് 2 o'clock ആണ്. അപ്പൊ ഓരോ 15 ഡിഗ്രി മാറുന്ന അനുസരിച്ച് ഈസ്റ്റിലേക്ക് പോകുമ്പോൾ ടൈം ഇങ്ങനെ കൂടി കൂടി വരും. ഓരോ 1 hour വീതം കൂടും. ഓരോ 15 ഡിഗ്രി ഈസ്റ്റിലേക്ക് പോകുന്ന അനുസരിച്ചിട്ട് ഓരോ 1 hour ആണ് ടൈമിൽ ഇൻക്രീസ് ആകുന്നത്. ഇനി വെസ്റ്റിലേക്ക് നോക്കുകയാണെങ്കിൽ ഓരോ 15 ഡിഗ്രി പോകുന്ന അനുസരിച്ച് 1 hour കുറഞ്ഞുകൊണ്ടേയിരിക്കും. അതായത് 0 ഡിഗ്രിയിൽ 12 ആണെന്ന് നമ്മൾ പറഞ്ഞു അല്ലെ? 12 മണിയാണെന്ന് നമ്മൾ പറഞ്ഞു. അപ്പൊ 15 ഡിഗ്രി വെസ്റ്റിലെ ടൈം എന്തായിരിക്കും? 11 o'clock ആണ്. അതാണ് ഓരോ 1 hour കുറഞ്ഞു കുറഞ്ഞു പോവുകയാണ്. അടുത്ത 30 ഡിഗ്രി വെസ്റ്റിലെ ടൈം എന്തായിരിക്കും? 10 o'clock ആണ്. അപ്പൊ അങ്ങനെ 1 hour ഓരോ 15 ഡിഗ്രിക്ക് മൈനസ് ആയിക്കൊണ്ടിരിക്കും. വെസ്റ്റിലേക്ക് പോകുമ്പോൾ ഈസ്റ്റിലേക്ക് പോകുമ്പോഴത്തേക്കിന് ഓരോ 1 hour ആഡ് ഓൺ ആയിക്കൊണ്ടും ഇരിക്കും 15 ഡിഗ്രിക്ക് അനുസരിച്ച്. അപ്പൊ എങ്ങനെയാണ് നമ്മൾ ഓരോ സ്ഥലത്തിന്റെ ലോക്കൽ ടൈം ഡിസൈഡ് ചെയ്യുന്നത്? അതായത് ഈസ്റ്റിലേക്കാണ് പോകുന്നതെങ്കിൽ 15 ഡിഗ്രി മാറുന്ന അനുസരിച്ചിട്ട് 1 hour ആഡ് ചെയ്യാം. വെസ്റ്റിലേക്കാണ് പോകുന്നതെങ്കിൽ 15 ഡിഗ്രി മാറുന്ന അനുസരിച്ചിട്ട് 1 hour മൈനസ് ചെയ്യാം. അപ്പൊ അങ്ങനെ നമുക്ക് ഒരു സ്ഥലത്തിന്റെ ലോക്കൽ ടൈം കണ്ടുപിടിക്കാനായിട്ട് പറ്റും. അതിന് നമ്മൾ യൂസ് ചെയ്യുന്ന റെഫറൻസ് ലൈൻ ആണ് ഈ പ്രൈം മെറിഡിയൻ അല്ലെങ്കിൽ ഗ്രീൻവിച്ച് മെറിഡിയൻ എന്ന് പറയുന്നത്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഒരു കൺട്രിക്ക് ഒരു സ്റ്റാൻഡേർഡ് ടൈമിന്റെ ആവശ്യമുണ്ട്. അതെന്താന്ന് ചോദിച്ചാൽ നമുക്ക് നമ്മുടെ ഇന്ത്യനെ തന്നെ ഒരു എക്സാമ്പിൾ ആയിട്ട് എടുക്കാം. നമ്മുടെ ഇന്ത്യ സ്റ്റാർട്ട് ചെയ്യുന്നത് 68 ഡിഗ്രി ഈസ്റ്റ് എന്ന് പറയുന്ന ലോഞ്ചിറ്റ്യൂഡ് മുതൽ അങ്ങ് 97 ഡിഗ്രി ഈസ്റ്റ് എന്ന് പറയുന്ന ലോഞ്ചിറ്റ്യൂഡ് വരെ എക്സ്റ്റെൻഡ് ചെയ്ത് കിടക്കുന്ന ഒരു വാസ്റ്റ് ആയിട്ടുള്ള ഒരു കൺട്രിയാണ് നമ്മുടെ ഇന്ത്യ. ഈ ഒരു ലോഞ്ചിറ്റ്യൂഡിനൽ ഡിഫറൻസ് നോക്കുകയാണെങ്കിൽ 68 ഡിഗ്രി ഈസ്റ്റ് മുതൽ 97 ഡിഗ്രി ഈസ്റ്റ് വരെയുള്ള ലോഞ്ചിറ്റ്യൂഡിനൽ ഡിഫറൻസ് 29 ഡിഗ്രിയോളം വരും. അതായത് 30 ഡിഗ്രി ഡിഫറൻസ് വരും. അപ്പൊ അങ്ങനെ നോക്കുകയാണെങ്കിൽ 2 hours വ്യത്യാസമാണ്. വെസ്റ്റേൺ സൈഡിലുള്ള ഗുജറാത്ത് മുതൽ അങ്ങ് ഈസ്റ്റേൺ സൈഡിലുള്ള അരുണാചൽ പ്രദേശ് കൂടെ നോക്കുകയാണെങ്കിൽ 2 മണിക്കൂറിന്റെയോളം വ്യത്യാസം വരും. അതായത് ഗുജറാത്തും അരുണാചൽ പ്രദേശ് ഒരേ രാജ്യത്തുള്ള 2 സ്ഥലങ്ങൾ, 2 എക്സ്ട്രീം പോയിന്റ്സിൽ വരുന്ന 2 പ്ലേസസിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. 2 hours വ്യത്യാസം ശരിക്കുമുണ്ട് ഗുജറാത്തും അരുണാചൽ പ്രദേശും തമ്മിൽ. പക്ഷെ നമുക്കൊരു രാജ്യത്ത് പല സമയം നമുക്ക് ഫോളോ ചെയ്യാനായിട്ട് പറ്റത്തില്ല. ഗുജറാത്തിൽ ഒരു സമയം, ഡൽഹിയിൽ ഒരു സമയം, അരുണാചൽ പ്രദേശിൽ വേറൊരു സമയം, അങ്ങനെ നമുക്ക് ഫോളോ ചെയ്യാനായിട്ട് പറ്റത്തില്ല. അതുകൊണ്ട് ഓരോ രാജ്യവും അവരുടെ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ടൈം അവർ തന്നെ ചൂസ് ചെയ്യുന്നുണ്ട്.
അതിന് വേണ്ടിയിട്ട് അവർ എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ അവരുടെ കൺട്രിയിലൂടെ എക്സാക്ട് മിഡിലൂടെ പാസ് ചെയ്ത് പോകുന്ന ലോജിറ്റ്യൂഡിന്റെ ടൈം വെച്ചിട്ടാണ് അവർ സ്റ്റാൻഡേർഡ് ടൈം ചൂസ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ നമ്മുടെ ഇന്ത്യയുടെ സ്റ്റാൻഡേർഡ് ടൈമിനെയാണ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം എന്ന് പറയുന്നത്. നമ്മുടെ ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം എന്ന് പറയുന്നത് ഗ്രീൻവിച്ച് മെറിഡിയനെക്കാട്ടിലും 5.5 hours മുന്നിലായിരിക്കും. അതായത് അവിടെ 0 degree ലോഞ്ചിറ്റ്യൂഡിൽ അല്ലെങ്കിൽ ഗ്രീൻവിച്ചിൽ 12 AM ആണ് എന്നുണ്ടെങ്കിൽ നമ്മുടെ രാജ്യത്ത് വൈകുന്നേരം 5:30 ആയിട്ടുണ്ട്. കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് ഈ ടൈം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ മാപ്പിൽ പോസിറ്റീവ് സൈനും നെഗറ്റീവ് സൈനും കൊടുത്തിട്ടാണ് ഈ ടൈം ഡിഫറൻസ് മാർക്ക് ചെയ്തിരിക്കുന്നത്. പോസിറ്റീവ് സൈൻ എന്ന് പറഞ്ഞാൽ ആ ഗ്രീൻവിച്ച് ടൈമിനെക്കാട്ടിലും ആഡ് ചെയ്യുക. എത്രയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്? ഇപ്പം നമ്മുടെ ഇന്ത്യ മാർക്ക് ചെയ്യുന്നത് +5.5 എന്നായിരിക്കും. അതായത് 5.5 hours ആഡ് ചെയ്യുമ്പോഴാണ് നമ്മുടെ ഇന്ത്യയുടെ ടൈം നമുക്ക് കിട്ടുന്നത്. അതേപോലെ തന്നെ നെഗറ്റീവ് സൈനും കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ -2 അല്ലെങ്കിൽ -1 എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ ഗ്രീൻവിച്ച് ടൈമിൽ നിന്നും അത്രയും കുറയ്ക്കുക. 2 hours മൈനസ് ചെയ്യുക അല്ലെങ്കിൽ 1 hour മൈനസ് ചെയ്യുക. അതാണ് ആ മൈനസിന്റെയും പോസിറ്റീവിന്റെയും സൈൻ അവിടെ കൊടുത്തിരിക്കുന്നത്. ഒരു വേൾഡ് മാപ്പ് അവിടെ നമുക്ക് കൊടുത്തിട്ടുണ്ട്. ഈ പോസിറ്റീവ് സൈനും നെഗറ്റീവ് സൈനും വെച്ചിട്ട് 0 degree ലോഞ്ചിറ്റ്യൂഡ് മാർക്ക് ചെയ്തിട്ടുണ്ട്. അതിന്റെ റൈറ്റിലേക്കുള്ള ടൈമും ലെഫ്റ്റിലേക്കുള്ള ടൈമും ഒക്കെ അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അത് ജസ്റ്റ് ഒന്ന് നോക്കാം. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഇന്റർനാഷണൽ ഡേറ്റ് ലൈനെ കുറിച്ചാണ്. ഇത് ഇച്ചിരി എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഫാക്ട് ആണ്. എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ 180 degree ലോഞ്ചിറ്റ്യൂഡിന്റെ കാര്യമാണ് പറയുന്നത്. നമുക്കറിയാം 180 degree ലോഞ്ചിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ അത് ഈസ്റ്റും വെസ്റ്റിന്റെയും സെയിം തന്നെയാണ്. 180 degree ഈസ്റ്റും 180 degree വെസ്റ്റ് എന്ന് പറയുന്നത് ഒരേ ലൈനാണ്. അപ്പൊ അവിടുത്തെ ടൈം ഒന്ന് ഓർത്തു നോക്കിക്കേ. നമ്മൾ ഓൾറെഡി ഈസ്റ്റിന്റെ ടൈം എങ്ങനെയായിരുന്നു കാൽക്കുലേറ്റ് ചെയ്തത്? ആഡ് ചെയ്തിട്ടായിരുന്നു. അതായത് ആ 0 degree മെറിഡിയനിൽ നിന്ന് ടൈം ആഡ് ചെയ്തിട്ടായിരുന്നു നമ്മൾ ഈസ്റ്റേൺ സൈഡിലെ സമയങ്ങളൊക്കെ കാൽക്കുലേറ്റ് ചെയ്തത്. വെസ്റ്റേൺ സൈഡിലെ ആണെങ്കിലോ 1 hour വെച്ച് മൈനസ് ചെയ്തിട്ടായിരുന്നു നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തത്. അപ്പൊ ഈ 180 degree ലോഞ്ചിറ്റ്യൂഡിന്റെ ടൈമിൽ +12 എന്നും -12 എന്നും കൊടുത്തിട്ടുണ്ട്. അതിനെയാണ് ഈ ഇന്റർനാഷണൽ ഡേറ്റ് ലൈൻ എന്ന് പറയുന്നത്. ഈ 180 degree ലോഞ്ചിറ്റ്യൂഡിനെയാണ് ഇന്റർനാഷണൽ ഡേറ്റ് ലൈൻ എന്ന് പറയുന്നത്. അപ്പൊ അതെന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ അവിടുന്ന് ഈസ്റ്റിലേക്കാണ് നമ്മൾ ട്രാവൽ ചെയ്യുന്നതെങ്കിൽ 1 day മൈനസ് ചെയ്യാം. ഈ വെസ്റ്റിലേക്കാണ് നമ്മൾ ട്രാവൽ ചെയ്യാനായിട്ട് പോകുന്നതെന്നുണ്ടെങ്കിൽ 1 day ആഡ് ചെയ്യാം. അങ്ങനെ ഒരു ഇൻട്രസ്റ്റിംഗ് ഫാക്ട് ആ ഒരു പ്ലേസിലുണ്ട്. അതാണ് നമുക്ക് ഈസ്റ്റിലേക്ക് അത് ക്രോസ് ചെയ്തിട്ട് ആ ഇന്റർനാഷണൽ ഡേറ്റ് ലൈൻ ക്രോസ് ചെയ്ത് നമ്മൾ ഈസ്റ്റിലേക്ക് പോവുകയാണെങ്കിൽ 1 day മൈനസ് ചെയ്യും. ഇപ്പൊ മൺഡേ ആണെന്നുണ്ടെങ്കിൽ തിരിച്ചത് സൺഡേയിലേക്ക് എത്തും. അതേപോലെ തന്നെ നമ്മളത് ക്രോസ് ചെയ്ത് വെസ്റ്റേൺ സൈഡിലേക്കാണ് പോകുന്നതെന്നുണ്ടെങ്കിൽ 1 day ആഡ് ചെയ്യാം. സൺഡേയിൽ നിന്ന് മൺഡേയിലേക്ക് എത്തിക്കുക. അപ്പൊ അങ്ങനെ ഉള്ള അതിനെയാണ് ഇന്റർനാഷണൽ ഡേറ്റ് ലൈൻ എന്ന് പറയുന്നത്. പക്ഷെ അതങ്ങനെ എക്സാക്ട് ആയിട്ട് കൊടുക്കത്തില്ല. കാരണം ഒരു രാജ്യത്ത് അതായത് അപ്പുറത്തേക്ക് പോയ മൺഡേ ഇപ്പുറത്തേക്ക് പോയ സൺഡേ അങ്ങനെ നമുക്കൊരു കൺട്രി വെക്കാനായിട്ട് പറ്റത്തില്ലല്ലോ. അതാണ് നമുക്ക് ആ ഫിഗർ 1.8 എടുത്ത് നോക്കുകയാണെങ്കിൽ ഇന്റർനാഷണൽ ഡേറ്റ് ലൈൻ എന്ന് പറഞ്ഞിട്ട് ജസ്റ്റ് ഒരു വളവോട് കൂടിയിട്ട് അതവിടെ അങ്ങനെ വരച്ചിരിക്കുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ ഇതേപോലെ ടൈമിന് ഭയങ്കര പ്രശ്നമായിരിക്കും. ആ ഒരു പർട്ടിക്കുലർ പ്ലേസിലൂടെ പോകുന്ന ആ ഒരു ടൈമിന് വല്ലാണ്ട് പ്രോബ്ലം വരും. അപ്പൊ അങ്ങനെ നമ്മുടെ ചാപ്റ്റർ ഇവിടെ എൻഡ് ആയിരിക്കുകയാണ്. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാം. പിന്നെ നമ്മുടെ ട്യൂഷനിൽ ജോയിൻ ചെയ്യാത്ത കുട്ടികളാണെങ്കിൽ ഞാൻ കോൺടാക്ട് നമ്പർ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പൊ ഇന്ന് തന്നെ നമ്മളെ കോൺടാക്ട് ചെയ്യാം. എന്നിട്ട് ഇൻഡിവിജ്വൽ ക്ലാസ് വേണോ ഗ്രൂപ്പ് ക്ലാസ് വേണോ എന്നൊക്കെയുള്ളത് ഡിസൈഡ് ചെയ്യാം. ഏത് സബ്ജക്റ്റിനൊക്കെയാണ് ട്യൂഷൻ ക്ലാസ്സസ് വേണ്ടതെന്നൊക്കെയുള്ളത് പറയാം. എന്നിട്ട് നമ്മുടെ ട്യൂഷൻ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാം. നമുക്ക് CBSE എല്ലാ ക്ലാസ്സുകളിലും പഠിക്കുന്ന കുട്ടികൾക്ക് ഓൺലൈൻ ട്യൂഷൻ ക്ലാസ് ഉണ്ട്. അപ്പോൾ ഒട്ടും തന്നെ സമയം കളയാതെ ആ കാണുന്ന കോൺടാക്ട് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. ഇനി നമുക്ക് അടുത്ത ചാപ്റ്ററിന്റെ വീഡിയോയുമായിട്ട് അടുത്തൊരു ദിവസം കാണാം.